ഇന്ന് ചിൽഡ്രൻസ് ഡേ. എല്ലാ വർഷവും ചിൽഡ്രൻസ് ഡേക്ക് നൈഷുവിൻ്റെ സ്കൂളിൽ എന്തെങ്കിലും ഒരു കൾച്ചറൽ പ്രോഗ്രാംസ് കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നൈഷു ബാർബി ഡാൻസിനൊക്കെ കൂടിയിട്ടുണ്ട്. വീട്ടിലൊന്ന് കുറച്ച് ദിവസമൊക്കെ നല്ല പ്രാക്ടീസൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ആ ദിവസമാണ്. ഞാൻ അതിന് വേണ്ടി അവളെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ കുട്ടികളെ റെഡിയാക്കൽ വലിയ താല്പര്യമില്ല, അറിയില്ല, അറിയാത്തതുകൊണ്ടാവും താല്പര്യമില്ലാത്ത. എനിക്ക് അറിയണ പോലെ എന്തൊക്കെയോ മുടിയൊന്നും എനിക്കൊന്നും മര്യാദക്ക് ചെയ്യാൻ അറിയില്ല കേട്ടോ. ആ ഹെഡ് ബാൻഡ് വെക്കാൻ കൂടി എനിക്ക് മര്യാദക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് പറ്റണ പോലെ അറിയണൊക്കെ പോലെ അവളൊക്കെ ഒന്ന് സെറ്റാക്കി ഞാനിന്ന് ഹാഫ് ഡേ ലീവ് പറഞ്ഞിരിക്കുകയാണ് സ്കൂളിൽ. നൈഷുവിനെ കൊണ്ടുപോകണം, അവളെ പ്രോഗ്രാം കാണണം, തിരിച്ച് വീട്ടിൽ കൊടുന്നാക്കണം. അപ്പോൾ എച്ച്.എമ്മിനോട് ലീവ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്കൂൾക്ക് പോവുകയാണ്. നൈഷു ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാട്ടോ. ഇന്നലെ രാത്രി ഞങ്ങൾക്ക് ഈ ഉടുപ്പൊക്കെ എടുക്കണത്. അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര പൊലിവിലാണ് ആൾ. വേഗം ഇടാനും പോയി ഡാൻസ് കളിക്കാനൊക്കെ. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. അത് ആറുനജാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് നൈഷു പഠിക്കുന്നത്. എൻ്റെ സ്കൂളിൽ തന്നെയാണ് നൈഷും ഇഷയും പഠിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ കുറേ കുഞ്ഞ് സുന്ദരിമാർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സുന്ദരിമാർ മാത്രമല്ല കേട്ടോ, സുന്ദരന്മാരുടെ ഇടയിലുണ്ട്. പക്ഷേ കൂടുതൽ ഒരുക്കം കാണാനൊക്കെ ഭംഗി സുന്ദരിമാരുടെ ആണല്ലോ. കുറേ പാരൻസൊക്കെ വന്ന് നല്ല രസമാണ് കേട്ടോ. ആകെ ഒരു തിരക്കായിരുന്നു. എല്ലാ റൂമിലും പാരൻസും കോസ്റ്റ്യൂം റെഡിയാക്കി കൊണ്ടിരിക്കണതും കുട്ടികളെ ഡ്രസ്സ് ചെയ്യിപ്പിക്കണതൊക്കെ കൂടിയായിട്ട് പുറത്ത് ഫോട്ടോഷൂട്ടും. അങ്ങനെ ഇതാ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. എച്ച്.എമ്മിൻ്റെ ഒക്കെ ചെറിയൊരു സ്വാഗത പ്രസംഗം വളരെ ചെറുതായിരുന്നു. അവർക്ക് കാണികളെ ബോറടിപ്പിച്ചിട്ടില്ല. നേരെ കുട്ടികളുടെ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. കുറേ കുഞ്ഞു കുട്ടികളുടെ നല്ല രസമുള്ള പ്രോഗ്രാംസ്. ഞാൻ ഈ സമയത്തൊക്കെ സ്റ്റേജിൽ നോക്കും, ആ സമയം തന്നെ ഓഡിയൻസിൻ്റെ ഫേസിൽ നോക്കുമ്പോൾ എല്ലാവരുടെ മുഖത്തും ഒരു ചിരിയ. അത് സ്വന്തം കുട്ടി കളിക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഏത് കുഞ്ഞു മക്കൾ സ്റ്റേജിൽ കയറിയാലും നമുക്കൊക്കെ ആ മുഖത്ത് വരുന്ന ഒരു ചിരി അത് നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നൈഷുവിൻ്റെ പ്രോഗ്രാമും കഴിഞ്ഞ ഉടനെ ഞാൻ പോന്നിട്ടുണ്ട്. എനിക്ക് സ്കൂൾക്ക് പോകണമായിരുന്നു. എല്ലാ കുട്ടികൾക്കും മെമ്മൻറ്റോസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നൈഷുവിന് ഭയങ്കര സന്തോഷം. അവൾക്ക് മൂന്നാമത്തതാണ് കിട്ടുന്നത്. അപ്പോൾ അവൾ എന്നോട് ഭയങ്കര പ്രൗഡിൽ പറയാം, എനിക്ക് 3 കിട്ടി, ഇത്താക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ളത്. അങ്ങനെ ഞാൻ കാക്കുവിനെ വിളിച്ച്, എനിക്ക് സ്കൂളിൽ പോകണോണ്ട് കാക്കുവിനെ വിളിച്ച് നൈഷുവിനെ വീട്ടിലേക്ക് തിരിച്ചയച്ചിരിക്കുകയാണ്. അപ്പോൾ കാക്കുവളെ കൊണ്ടുവരാൻ വന്നപ്പോൾ അയാഷും ഭാവിയൊക്കെ വന്നിട്ടുണ്ട്. കാക്കു വെള്ളിയാഴ്ചകളിൽ ഓഫീസിൽ പോകാറില്ല, അല്ലെങ്കിൽ ജുമുഅ കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അപ്പോൾ അൽഹംദുലില്ലാ വേറൊരു നല്ല ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ട്.